ഇപ്പോൾ നോട്ടീസ് നൽകിയതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദീകരണം വരുന്നുണ്ട്. ഈ ഫെമ ചട്ടം ഈ മസാല ബോണ്ടുമായി ആ പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങി, അതിലാണ് ഇപ്പോൾ ഈ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് ഇ ഡി പറയുന്നത്. രാഗിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കൊപ്പം. രാഗിൻ, ഇന്ന് അല്പസമയം മുൻപ് തോമസ് ഐസക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത് വിശദീകരിച്ചിരുന്നു. അതായത് ഭൂമി വാങ്ങുകയല്ല, പർച്ചേസ് ചെയ്തില്ല, മറിച്ച് എക്വയറി ചെയ്യുകയാണ് എന്നുള്ളതാണ് മുൻ ധനമന്ത്രി പറയുന്നൊരു കാര്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ഈ ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആ നൽകിയതിൽ പ്രധാനമായിട്ട് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അത്തരം ഇ ഡി കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ 2000 ചില്ലാൻ കോടി രൂപയാണ് മസാല ബോണ്ട് വേണ്ടി സമാഹരിച്ചത്. അതിൽ 466ഓളം കോടി രൂപ ഈ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അത് ചട്ടവിരുദ്ധമാണ്, അത് വിവിധ RBIയുടെ അടക്കം ഓർഡറുകൾക്ക് വിരുദ്ധമാണ് എന്നൊരു കാര്യമാണ് അതിൽ പറയുന്നത്. അപ്പോൾ ചട്ടലംഘനത്തിന്റെ കാര്യമായിട്ട് ഇ ഡി കണ്ടെത്തുന്ന കാര്യങ്ങളിൽ ഒന്ന് അതുകൂടിയാണ്. അതോടൊപ്പം തന്നെ വിദേശനാണ്യ വിനിമയ ചട്ടലംഘനം, അത് ആ ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നേരത്തെ ഇ ഡി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ മസാല ബോണ്ടിൽ നിന്നുള്ള പണം ഈ ഭൂമി വാങ്ങാൻ വേണ്ടി ഉപയോഗിച്ചു എന്ന ഒരു കാര്യവും കൂടിയാണ് ഇപ്പോൾ നോട്ടീസ് ബന്ധപ്പെട്ട വിശദീകരണവുമായി ഇ ഡി വ്യക്തമാക്കുന്നത്.